ഹല്ലേലൂയ. പെന്തക്കോസ്ത തിരുനാളിനായി നമ്മളെല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 92-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് പരിശുദ്ധ ത്രിത്വം നൽകുന്ന പുതിയ തൈലമാണ് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ പെന്തക്കോസ്ത. പ്രിയ ദൈവമക്കളെ, ഈ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്തുതി ആരാധനയിൽ പ്രത്യേകമായി കർത്താവെ, ആഗോള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, പ്രത്യേകമായി കേരള സഭയ്ക്ക് ഒരു പുതിയ പെന്തക്കോസ്ത നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നു ചേർന്ന് അല്പസമയം പാടി ആരാധിക്കാൻ പോവുകയാണ്. കുടുംബത്തിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ പൂർണ്ണമായും പരസ്പര കരങ്ങൾ കോർത്തു പിടിച്ച് ഈ വരികൾ ചേർന്ന് പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കുക. കർത്താവേ, കരം നീട്ടണമേ, അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. ദൈവത്തിനെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ കരമടിച്ചു ചേർന്ന് പാടുന്നു. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീ ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ തീ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ലോക ജനതകളിൽ അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. എല്ലാ ജനപദങ്ങളിലും പുതിയ പെന്തക്കോസ്ത അഗ്നി കത്തട്ടെ. ലോകരാജ്യങ്ങളിൽ, ലോകരാജ്യ ഗവൺമെന്റുകളിൽ ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ. കരങ്ങൾ താത്തിയടിച്ച് താത്തിയടിച്ച് അഭിഷേകത്തിന്റെ തീക്കാറ്റായി പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ, സമർപ്പിതയിൽ, ബഹുമാനപ്പെട്ട വൈദികരിൽ, ദമ്പതികളിൽ, യുവജനങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തീ 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 കത്തിക്കൊണ്ടിരിക്കുക. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഹൃദയം തുറന്ന്, അകലം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിൽ അഭിഷേകമായി വരണമേ. ഒരു പുതിയ പെന്തക്കോസ്ത തീക്കാറ്റായി വീശണമേ. ലോക ജനതകൾ വീശണമേ. ജനകോടികളുടെ മേൽ വീശണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളുടെ മേലും പെന്തക്കോസ്തയുടെ തീക്കാറ്റായി വീശണമേ. ലോകരാജ്യങ്ങളിൽ, ലോകരാജ്യ ഗവൺമെന്റുകളിൽ, ലോകരാജ്യ നേതാക്കന്മാരിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരള സഭ പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ, കത്തട്ടെ. വിശ്വാസം ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം മുസ്ലിംമാരുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പെരുമഴ പെയ്യട്ടെ. പരിശുദ്ധാത്മാവ് തീക്കാറ്റ് വീശട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടിമിന്നൽ പോലെ ലോക ജനതയുടെ മേൽ നിബന്ധിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക മക്കളെ, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജനകോടി
എല്ലാ കുഞ്ഞുങ്ങളും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. അവരെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരട്ടെ. ഹാല ഹാല ഹാല. Mighty power, mighty anointing. ഓ വ്യാപരിക്കട്ടെ, ജനകോടികളിൽ കത്തട്ടെ, ആഗോള സഭ മുഴുവൻ കത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കേരള സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അനേകർ മുന്നോട്ട് വരട്ടെ, സമർപ്പണത്തോട്ട് വരട്ടെ, അനേകർ മിഷണറിമാരായി അഭിഷേകം ചെയ്യപ്പെടട്ടെ. അനോയ് അനോയ് അനോയ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധന കെട്ടുകള്, പൈശാചിക ആധിപത്യ അധികാര ശക്തികള്, സാത്താൻ അടിസ്ഥാനങ്ങള്, തിന്മയുടെ പോരുകള് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ കത്തിച്ചാരമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ആഗ്രഹിച്ച് നാഥാർത്ഥനായി പ്രാർത്ഥിക്കുന്ന അനേകരെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്താൽ നിറച്ചുകൊണ്ടിരിക്കുകയാ. ഇതാ പുതിയ പെന്തക്കോസ്തുകളുടെ തീ അനേകം ഹൃദയങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഗ്ലോറി 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 ഗ്ലോറി. പിശാചിന്റെ പിടികൾ തകരട്ടെ. നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തീയിൽ ജ്വലിക്കട്ടെ. ഹാല 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 ഹാല. ഓ ജീസസ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ആദ്യ പെന്തക്കോസ്തിൽ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ കാലഘട്ട സഭാമക്കളായ ഞങ്ങളിൽ പുതിയ പെന്തക്കോസ്തിയുടെ തീ കത്തിപ്പടരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ ത്രിത്വം ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് നൽകുന്ന പുതിയ തൈലമാണ് പെന്തക്കോസ്ത. 2004 മെയ് മാസം 29-ാം തീയതി പെന്തക്കോസ്ത തിരുനാളിന്റെ തലേ ദിവസത്തെ സായാഹ്ന പ്രാർത്ഥനയ്ക്കിടയിൽ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പെന്തക്കോസ്തയുടെ ആത്മീയതയെക്കുറിച്ച് തന്റെ ഔദ്യോഗികമായിട്ടുള്ള അവസാനത്തെ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണ മധ്യേ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും കൂട്ടായ്മയ്ക്കും പ്രഘോഷണത്തിനുമുള്ള നവീകൃത ആവേശമായ പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവൻ പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള സഭയെ നോക്കി ഇപ്രകാരം പറയുകയാണ്: പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവൻ പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹത്തോടെ തന്നെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനത്തിന്റെ മുൻപിൽ ആയിരിക്കാം. ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റ് ലോകത്തിലും സഭയിലും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റിനാൽ അനേകർ വചനത്തിനു വേണ്ടി മുന്നോട്ട് വരികയാണ്. ഇന്ന് കേരള സഭയിൽ എന്തുമാത്രം ആത്മീയ ശുശ്രൂഷകൾ പരിശുദ്ധാത്മ ശക്തിപ്പെട്ടിട്ടുണ്ട്. കൺവെൻഷനുകളിലേക്ക് ജനലക്ഷങ്ങളാണ് കടന്നു വരുന്നത്. ഇത് കേരള സഭയിൽ മാത്രമല്ല, ആഗോള സഭയിൽ ലോകം മുഴുവനിലും ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഈ കാലയളവിൽ കത്തിക്കൊണ്ടിരിക്കുകയാ, ജ്വലിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയ ദൈവമക്കളെ, ഇത് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് മുൻപ് ത്രിയേക ദൈവം സഭയ്ക്ക് നൽകുന്ന മഹോന്നതമായ ദാനമാണ് പുതിയ പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്തയുടെ ചലനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രകടമായ അളവിൽ കാണുവാനായിട്ട് കഴിയും. എന്തോരം കുടുംബങ്ങളാണ് ഇന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വൈദികരിലും സമർപ്പിതരിലും സന്യസ്തരിലല്ല
അഭിഷേകത്തിന്റെ ഒരു പുതിയ മാനങ്ങൾ, തലങ്ങൾ വെളിപ്പെടുന്നത് നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ നമുക്കൊക്കെ കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം എന്താണ് നമ്മോട് പറയുന്നത്? ഒരു പുതിയ പെന്തക്കോസ്തയുടെ തുടക്കമാണിതെല്ലാം. നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അവിടെ ദൈവത്തിന്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുന്നു, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ വചനം എപ്പോഴാണ് യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞേ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:1 വാ. അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പിതാവിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ. ഈ നാളുകളിൽ അനേകര് വന്ന് പലപ്പോഴും പ്രകാരം ചോദിക്കാറുണ്ട്, സഹോദര, ഞങ്ങൾക്കൊരു പുതിയ പെന്തക്കോസ്തയുടെ അഭിഷേകം വേണം, ഞങ്ങൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സെഗിയോ നൂട്ടുശാലയിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ശിഷ്യ സമൂഹത്തിന്റെ മേൽ എന്തുകൊണ്ടാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്? ആത്മീയ അഭിഷേകത്തിൽ ഓരോ അപ്പോസ്തലന്മാർ എന്തുകൊണ്ട് നിറയപ്പെട്ടത്? അതിന്റെ 3 കാരണങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ ആത്മ വെളിപ്പെടുത്തി. ഒന്നാമത്, അവർ കർത്താവിന്റെ വാക്കുകളെ വില കൊടുത്ത് അനുസരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1:12 വചനം വെളിപ്പെടുത്തുന്നു, അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്തുകൊണ്ട് അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയത്? കർത്താവിന്റെ കൽപ്പനയായിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ആ വചനം അവരെ അക്ഷരം പ്രതി ലിറ്ററലി അവരനുസരിക്കുകയാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ അവിടെ മുൻപിൽ ഉണ്ടെങ്കിലും ഭയപ്പെടാതെ, തളരാതെ, അസ്വസ്ഥപ്പെടാതെ അവർ കർത്താവിന്റെ വചനത്തിനു വേണ്ടി വില കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ നമ്മൾ വില കൊടുത്ത് ഇതുപോലെ വചനത്തെ അനുസരിക്കണം. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ കർത്താവ് തന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല ദൈവദാസന്മാരെയും അഭിഷിക്ത വൈദികരെയും പരിചയപ്പെടുവാനും അടുത്തവരോട് കണ്ടുമുട്ടുവാനും അവരോട് പല കാര്യങ്ങളും പങ്കുവെക്കുവാനൊക്കെ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് കർത്താവ് നൽകിയ അഭിഷേകത്തിൽ വളരാൻ കഴിയുന്നത്? ഇതിൽ അനേകർ എന്നോട് പങ്കുവെച്ച കാര്യം ഇതാണ്, ഞങ്ങൾ വചനത്തെ വില കൊടുത്ത് അനുസരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടാം, അപമാനിതരാകാം, നഷ്ടങ്ങൾ വരാം, ചില സുഖങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ ഇതൊക്കെയാണ് കർത്താവ് ലാഭമായി, പുതിയ അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5:32 വചനം വെളിപ്പെടുത്തുകയാണ്, താൻ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദര സഹോദരി, അഭിഷേകത്തിൽ വളരണോ? പരിശുദ്ധാത്മാവിന്റെ പുത്തൻ പെന്തക്കോസ്തയുടെ തീക്കാറ്റായി നിനക്ക് മാറണോ? രൂപാന്തരപ്പെടണോ? ഇന്നൊരു തീരുമാനമെടുക്കണം. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കും. ഈ തീരുമാനം ആരൊക്കെ ഈ സമയം എടുക്കുന്നുവോ അവരുടെ മേൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തീ ഇറങ്ങുകയാണ്. അവരെ കർത്താവ് അനേകർക്ക് വേണ്ടി അഭിഷേകം ചെയ്യുകയാണ്. രണ്ടാമത്തെ തലം, എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പെന്തക്കോസ്തയുടെ അഭിഷേകത്തിൽ നിറയപ്പെട്ടത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പെന്തക്കോസ്തയുടെ തീ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നതിന്റെ കാരണം, വെളിപ്പെട്ടതിന്റെ കാരണം ഇതാ, അവർ പ്രാർത്ഥിച്ചു. ഈ ശുശ്രൂഷയിൽ ചിലരെങ്കിലും 10 ദിവസം പ്രത്യേകം പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നവമായ അഭിഷേകത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന പാഴായി പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആരൊക്കെ വില കൊടുത്ത് സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചു അവരുടെ മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്കാണ് പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാകുന്നത്. വചനം വെളിപ്പെടുത്തുന്നു,
ലൂക്കാസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ യേശു സ്നാനമേൽക്കാൻ ജോർദാൻ നദിയിലോട്ട് വരികയാ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ, പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്താൻ തുടങ്ങും, വെളിപ്പെടാൻ തുടങ്ങും. ഇത് അനേകര് പറയാറുണ്ട്, സഹോദര, ഞങ്ങൾ ഒരുപാട് ബിസിയാണ്, പ്രാർത്ഥിക്കണം ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ നേരില്ല. പലരുടെയും കഷ്ടപ്പാടും വേദനയൊക്കെ അല്പസ്വല്പം അറിയാവുന്നത് കൊണ്ട് പറയാ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നേരില്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടിരിക്കേണ്ട. നിങ്ങൾക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ അത് കൃത്യതയോടുകൂടി അപ്ലൈ ചെയ്യണം. പ്രാർത്ഥിക്കാൻ നേരമില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ ലീവ് എടുത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ നേരമില്ലാത്തവർ എന്താ ചെയ്യേണ്ടത്? ലീവ് എടുത്ത് പ്രാർത്ഥിക്കുക. ഇനി പ്രാർത്ഥിക്കാൻ നേരില്ല എന്ന് ആരും പറയരുത്. ക്ലിയർ ആവുന്നുണ്ടോ? ചിലർക്ക് ക്ലിയർ ആവുന്നുണ്ട്. ആരും പറയരുത്. കാരണം പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. മറ്റെന്തിനും നമുക്ക് സമയമുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമുണ്ട്, ടെലിവിഷൻ ന്യൂസ് കാണാൻ സമയമുണ്ട്, പന്ത് കളിക്കാൻ സമയമുണ്ട്, സംസാരിച്ചിരിക്കാൻ നേരമുണ്ട്, എന്തിനു സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് തീ കത്തില്ല, പരിശുദ്ധാത്മാവിന് തീ ഇറങ്ങുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-31 വചനങ്ങളിലൂടെ കർത്താവ് ഇത് ഉറപ്പിക്കുകയാണ്. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, പിതാവേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസന്മാരെ ശക്തിപ്പെടുത്തണമേ. വചനം പറയുകയാണ്, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ! അവരെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടവരായി. എപ്പോ? അവർ പ്രാർത്ഥിച്ചപ്പോൾ. പ്രാർത്ഥിക്കുക ദൈവമക്കളെ. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ തീ പടരാൻ പ്രാർത്ഥിക്കണം. ലോക ജനതയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി കൈവിരിച്ച് നിങ്ങൾ എല്ലാവരും ദിവസത്തിൽ ഒരു 15 മിനിറ്റെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ചങ്കുപൊട്ടി നുറുകിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കർത്താവ് ഈ അഭിഷേകം നമ്മുടെ മേൽ അയക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്തിന്റെ അനുഭവം ഉണ്ടായി? 3-ാമത്തെ തലം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു. പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൂട്ടായ്മയിലാണ്, ഐക്യത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്നത്. ഐക്യത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടണം. ഞാൻ വളരെ വേദനയോടുകൂടി പറയട്ടെ, ഇന്ന് അനേകം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ പിശാച് വിഭാഗീയതയുടെ, അനൈക്യത്തിന്റെ വിത്തുകൾ വിതച്ച് അനേകം കുടുംബങ്ങൾ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താക്കളുമായിട്ട് തമ്മിലുള്ള ഐക്യം നശിപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യം നശിപ്പിക്കുന്നു. എത്ര ആത്മീയ കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിൽ തകർന്നുപോയി. അവിടെയെല്ലാം പിശാച് അനൈക്യത്തിന്റെ, ഡിസ്യൂണിറ്റിയുടെ കളകൾ വിതച്ച് ആ കൂട്ടായ്മകളെ തകർത്തു, ദൈവ ശുശ്രൂഷകരെ തകർത്തു. പ്രിയ മക്കൾ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ സഭയിൽ വലിയൊരു ഐക്യത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ഈ കൊടുങ്കാറ്റിന്റെ ആരവ ശക്തി അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. വചനം പറയാണ്, അവർ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തീനാവുകളായി ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്? അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഐക്യത്തിലാണ് പെന്തക്കോസ്തയുടെ ശക്തി വെളിപ്പെടുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന വിഷയത്തിന് നീ ഉത്തരം തരുന്നില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ഒരു വേദനയാണിത് കർത്താവിനോട്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും മറുപടി കിട്ടുന്നില്ല. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീ എന്തുകൊണ്ട് ഇടപെടാത്ത, എന്തുകൊണ്ട് ഉത്തരം തരാത്ത? അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്വരം എന്റെ ആത്മാവിൽ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. 2000 വർഷമായി ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈശോ പറഞ്ഞു, ഇതുവരെ ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഉത്തരം തന്നിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, കർത്താവേ, അതെന്തൊരു പ്രാർത്ഥനയാ, അതെന്തൊരു പ്രാർത്ഥനയാ? ഉടനെ ഈശോ ഈ വചനമാണ് തന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം
17-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. അവിടെ ഈശോ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഈശോ പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇതുവരെ മറുപടി തന്നിട്ടില്ല. പ്രിയമുള്ളവർ, കർത്താവിന്റെ വേദനയാണ്. പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും മുന്നേറേണ്ട വ്യക്തികള് പരസ്പരം മടിച്ചും ഇടിച്ചും പരാതി പറഞ്ഞും അപവാദങ്ങൾ പറഞ്ഞും സ്വയം നശിക്കുന്നത് കാണുമ്പോഴുള്ള കർത്താവിന്റെ വേദനയാണ്. പ്രിയമുള്ളവരെ, ഈ സ്വരം നമ്മൾ തിരിച്ചറിയണം. ഐക്യത്തിന്റെ വ്യക്തികളായി നമ്മൾ മാറണം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ നിങ്ങൾ ജാഗരൂകരായിരിക്കും. ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ. പ്രിയമുള്ളവരെ, ഐക്യമുള്ള വ്യക്തികളിലാണ്, കൂട്ടായ്മകളിലാണ്, കുടുംബങ്ങളിലാണ് പെന്തക്കോസ്തയുടെ തീ കത്തിപ്പടരുന്നത്. കർത്താവ് നൽകിയ ഈ വചനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്ത് വില കൊടുത്തും കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുക. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമായി മാറി നമ്മൾ പ്രാർത്ഥിക്കുക. ഐക്യത്തോടെ കർത്താവിൽ ഒന്നാകുക. നിശ്ചയമായും ഒരു പുതിയ പെന്തക്കോസ്തയുടെ തീ നമ്മളിൽ കർത്താവ് അയക്കുക തന്നെ ചെയ്യും. ഈശോ പറഞ്ഞ, ആകാശം ഭൂമി മാറിയാലും എന്റെ വചനം മാറുകയില്ല. എങ്കിൽ പൂർണ്ണമായും ഈ വചനത്തെ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. എല്ലാവർക്കും പെന്തക്കോസ്തയുടെ തിരുനാൾ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.